ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പ്ലാസ്മിഡിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ ജീൻ ക്ലോണിങ്ങിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ആ വെക്ടേഴ്സിൻ്റെ പേരും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ നിങ്ങൾക്ക് ജീൻ ക്ലോണിംഗ് നടത്തണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് അതാണ് NCERT-യിൽ പിന്നെ കൊടുത്തേക്കുന്നത്. ചെറിയൊരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് with two examples. ഒന്ന് Agrobacterium tumefaciens. Agrobacterium tumefaciens എന്ന് പറഞ്ഞാൽ ഒരു pathogenic bacteria ആണ്. It is a pathogen of several dicot plants. ഇനി എങ്ങനെയാണ് പ്ലാന്റ്സിൽ ഇത് pathogenic ആകുന്നതെന്നും NCERT-യിൽ പറയുന്നുണ്ട്. It is able to deliver a piece of DNA known as tDNA. ഇതിൽ tDNA T stand for tumor because ഈ tDNA എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ട്രാൻസ്ഫോം ദ നോർമൽ പ്ലാന്റ് സെൽസ് ടു ട്യൂമർ സെൽസ്. ട്യൂമർ ഇൻഡ്യൂസിങ് ജീൻ ആണതല്ലേ. നോർമൽ സെൽസിനെ എന്താക്കി മാറ്റും? ട്യൂമർ സെൽസ് ആക്കി മാറ്റും. ശരിക്കും അത് ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ്. ഈ ബാക്ടീരിയയുടെ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ് നമ്മൾ എടുക്കുക. TI പ്ലാസ്മിഡ് എന്ന് പറയും, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. ഓക്കെ, സോ നോർമൽ പ്ലാന്റ് സെൽസിനെ ട്യൂമർ സെൽസ് ആക്കി മാറ്റുന്നു ആൻഡ് ഡയറക്റ്റ് ദീസ് ട്യൂമർ സെൽസ് ടു പ്രൊഡ്യൂസ് ദ കെമിക്കൽസ് റിക്വയർഡ് ബൈ ദ പത്തോജൻ. അപ്പോൾ ഈ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡോ TI പ്ലാസ്മിഡിനെ നമ്മൾ എടുത്തിട്ട് അതിനൊരു വെക്ടറായിട്ട് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ വെക്ടറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ TI പ്ലാസ്മിഡിനെ ഫസ്റ്റ് നമ്മൾ നോൺ പത്തോജനിക് ആക്കി മാറ്റണം അല്ലേ. ആക്ച്വലി ഇറ്റ് ഈസ് പത്തോജനിക്, ട്യൂമർ ഇൻഡ്യൂസിങ് ആണ്. അപ്പോൾ അതിൻ്റെ ട്യൂമർ ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടി അത് നമുക്ക് മാറ്റണം. ആ പത്തോജനിക് പ്രോപ്പർട്ടി നമുക്ക് കളയണം. മീൻസ് അതിനെ നോൺ പത്തോജനിക് ആക്കി മാറ്റണം. അതായത് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. മോഡിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്കില്ല് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു. എന്താണ്? ദ ആർട്ടിസ്റ്റിക് സ്കിൽ ഓഫ് ഡെലിവറിങ് ജീൻസ് ഇൻ ടു പ്ലാന്റ് സെൽസ് അല്ലേ. ആ പ്ലാസ്മിഡിൻ്റെ ആർട്ട് ഓഫ് ഡെലിവറിങ് ദ ജീൻ ഇൻ ടു പ്ലാന്റ് സെൽസ്, അത് മാത്രം നമുക്ക് മതി. ഇപ്പോൾ ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് Agrobacterium tumefaciens. അതിൻ്റെ TI പ്ലാസ്മിഡ് എടുത്തു, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. അതിൽ tDNA ട്യൂമർ ഇൻഡ്യൂസിങ് ജീൻ നിങ്ങൾക്ക് കാണാം. അവിടെ റെസ്ട്രിക്ഷൻ സൈറ്റിലോട്ട് നമ്മൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. ഇൻസേർഷൻ ഓഫ് ജീൻ ഇൻ ടു പ്ലാസ്മിഡ് യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം ആൻഡ് DNA ലൈഗേസ്. അപ്പോൾ ഈ കാണുന്നത് റീകോമ്പിനൻറ്റ് TI പ്ലാസ്മിഡ് ആണ്, പ്ലാസ്മിഡ് വിത്ത് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ ഇൻട്രൊഡക്ഷൻ ഇൻ ടു പ്ലാന്റ് സെൽസ് ഇൻ കൾച്ചർ. എന്നിട്ട് നമ്മൾ അതിനെ പ്ലാന്റ് സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. Now you can see tDNA carrying new gene within plant chromosome. ഓക്കെ, ആ ന്യൂ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. ഓക്കെ, നൗ റീജനറേഷൻ ഓഫ് പ്ലാന്റ്, എ പ്ലാന്റ് വിത്ത് ന്യൂ ട്രീറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ TI പ്ലാസ്മിഡ് ഉപയോഗിച്ച് നമുക്ക് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആനിമൽ സെൽസിനാണ് ജീൻ ക്ലോണിങ് നടത്തേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടേഴ്സ്, അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റിട്രോവൈറസസ്. നമുക്കറിയാം അത് പത്തോജനിക് ആണ് ആനിമൽ സെൽസിൽ അല്ലേ, ട്യൂമർ ഇൻഡ്യൂസിങ് ആണ്. ഇവരെ നമുക്ക് നോൺ പത്തോജനിക് ആക്കി മാറ്റാം. റിട്രോവൈറസസിനെ നോൺ പത്തോജനിക് ആക്കി മാറ്റിയിട്ട് വി യൂസ് ഓൺലി ദ ആർട്ട് ഓഫ് ഡെലിവറിങ് ജീൻസ് ഇൻ ടു ദ host cells അല്ലേ, or animal cells. Okay, so disarmed retroviruses used to deliver desirable genes into animal cells. പ്ലാന്റ് സെൽസിലേക്ക് ജീനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, പ്ലാന്റ് സെൽസിൽ ജീൻ ക്ലോണിങ് നടത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെക്ടർ Agrobacterium tumefaciensന്റെ TI പ്ലാസ്മിഡ് അല്ലേ, TI പ്ലാസ്മിഡ്. ആനിമൽ സെൽസിലാണെങ്കിൽ റിട്രോവൈറസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂൾസ് ഓഫ് RDNA ടെക്നോളജിയിലെ 2 ടൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ഷൻ എൻസൈംസും ക്ലോണിംഗ് വെക്ടേഴ്സും. ഇനി നമുക്ക് ഒരു ടൂളൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്താണത്? എ കോമ്പീറ്റന്റ് ഹോസ്റ്റ്. നമ്മൾ RDNA കൺസ്ട്രക്ട് ചെയ്ത ശേഷം അതിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നല്ലേ. അങ്ങനെ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഹോസ്റ്റ് സെല്ല് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയല്ല. പോന്നോളൂ ഞാൻ ഈ RDNA എടുത്തോളാം എന്ന് പറഞ്ഞത് റെഡി ആയിട്ട് നിൽക്കുകയല്ല. ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ റെഡി ആക്കണം ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. നോർമലി ദ ഹോസ്റ്റ് സെൽസ് വിൽ നോട്ട് ബി റെഡി ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. അപ്പോൾ ഹോസ്റ്റ് സെല്ലിൽ നമ്മൾ ചില മിനുക്ക് പണികൾ നടത്തണം, എങ്കിൽ മാത്രമേ അത് ഫോറിൻ DNA എടുക്കത്തുള്ളൂ. അപ്പോൾ അതെന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് നോക്കാം. സിൻസ് ദ DNA is hydrophilic molecule, it cannot pass through the cell membranes. Why? NCERT-യിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. DNA ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആണ്.
എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ലവിങ് ആണ്. ആൻഡ് യു നോ ദ ചാർജ് ഓഫ് DNA ഓൾസോ, ലൈക്ക് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്. DNA ഒരു ചാർജ്ഡ് മോളിക്യൂൾ ആണ് അല്ലേ. അപ്പോൾ ഈ DNA ഹോസ്റ്റ് സെല്ലിന്റെ മെംബ്രെയിനിൽ കൂടി ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകത്തില്ല. നിങ്ങൾക്ക് സെൽ മെംബ്രെയിൻ്റെ കോമ്പോസിഷൻ അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 11th ക്ലാസ്സിൽ. സെൽ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ലിപ്പിഡ് ബൈലെയർ അല്ലേ. ഈ ലിപ്പിഡ് ബൈലെയറിൽ ഹൈഡ്രോഫോബിക് റീജിയനും ഉണ്ട്, ഹൈഡ്രോഫിലിക് റീജിയനും ഉണ്ട്. ഹൈഡ്രോഫിലിക് ഹെഡ് റീജിയനും ഹൈഡ്രോഫോബിക് ടെയിൽ റീജിയനും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഈ സെൽ മെംബ്രെയിനിൽ കൂടെ നമ്മുടെ DNA, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള DNA ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് host cells are not ready to take up the foreign DNA. host cells റെഡി അല്ല. അപ്പോൾ നമ്മൾ ഹോസ്റ്റ് സെൽസിനെ റെഡി ആക്കണം, മീൻസ് കോമ്പീറ്റൻ്റ് ആക്കണം. അപ്പോൾ ഇവിടെ കോമ്പീറ്റൻ്റ് ആക്കണം, അല്ലെങ്കിൽ കോമ്പീറ്റൻസി എന്നൊരു ടേം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് സെൽസിനെ റെഡി ആക്കണം ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ റെഡി ആക്കാൻ പോവുക? ഫസ്റ്റ് we are treating the host cells with divalent cations such as calcium. നമ്മൾ അതിനെ കാൽഷ്യം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ കെമിക്കൽ കോമ്പിറ്റൻസി എന്ന് പറയും കേട്ടോ. കാൽഷ്യം ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോസ്റ്റ് സെൽസിൻ്റെ സെൽ വോളിൽ കുറേ പോസ് ഇങ്ങനെ റെഡി ആകുകയും ആ പോസിൽ കൂടെ DNA കടന്നു പോകാൻ പറ്റുകയും ചെയ്യും. ഇനി ഇത് മാത്രം പോരാ, ഈ കാൽഷ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഹോസ്റ്റ് സെല്ല് കോമ്പിറ്റൻ്റ് ആകത്തില്ല. ആഫ്റ്റർ ദിസ് ഹോസ്റ്റ് സെൽസ് പ്ലസ് റിക്കോമിനന്റ് DNA നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. വി ആർ ഇൻക്യുബേറ്റിംഗ് ദ ഹോസ്റ്റ് സെൽസ് പ്ലസ് റിക്കോമിനന്റ് DNA ഓൺ ഐസ്. ദെൻ നമ്മളൊരു ഹീറ്റ് ഷോക്ക് കൊടുക്കുകയാണ്. ഇവരെ നമ്മൾ 42 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുന്നു. ദാറ്റ് മീൻസ് ഹീറ്റ് ഷോക്ക്. അഗെയിൻ പുട്ടിംഗ് ദം ബാക്ക് ഓൺ ഐസ്. വീണ്ടും ഐസിൽ വെക്കുന്നു. സോ ഫസ്റ്റ് കാൽഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ഇൻക്യുബേഷൻ ഓൺ ഐസ്. ദെൻ ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു, അഗെയിൻ പുട്ടിംഗ് ദം ബാക്ക് ഓൺ ഐസ്. അങ്ങനെയാകുമ്പോൾ ഹോസ്റ്റ് സെൽസ് എന്താകും? റെഡിയാകും ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ. അത് സെല്ലിനെ കെമിക്കലി കോമ്പിറ്റൻ്റ് ആക്കുന്ന കാര്യമാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത്, മുകളിൽ കൊടുത്തേക്കുന്നത് കെമിക്കലി കോമ്പിറ്റൻറ്റ് സെൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഹോസ്റ്റ് സെല്ലിനെ കാൽഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അല്ലേ. കാൽഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ഇൻക്യുബേഷൻ ഓൺ ഐസ് അല്ലേ. ഹോസ്റ്റ് സെൽസ് പ്ലസ് റിക്കോംബിനന്റ് DNA ഇൻക്യുബേഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യുക? ഹീറ്റ് ഷോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. 42 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു for 30 seconds. Now again putting them back on ice. വീണ്ടും ഐസിൽ വയ്ക്കുന്നു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോസ്റ്റ് സെൽസ് കോമ്പിറ്റൻ്റ് ആയി, റെഡി ആയി ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. Now you can see rDNA is inserting into the cell. ഇലക്ട്രോപോറേഷൻ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ട് കൊടുത്തുകൊണ്ട് ഹോസ്റ്റ് സെൽ വോളിൽ പോൾസ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഇലക്ട്രോപോറേഷൻ. ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് പോൾസ് ഉണ്ടാക്കും. എവിടെ? ഹോസ്റ്റ് സെൽ വോളിൽ. സോ ഇലക്ട്രോ കോമ്പിറ്റൻറ്റ് സെൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലേബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോൾസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ദെൻ ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു, വീണ്ടും ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോസ്റ്റ് സെൽ വിത്ത് റിക്കോംബിനന്റ് DNA. അത് ഇൻസേർട്ടഡ് ആയിട്ടുള്ള സെല്ല് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ കോമ്പിറ്റൻസി കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഏകദേശം ഒരേപോലെയാണ് അല്ലേ. ഇനി ഇതല്ലാതെ വേറെയും ചില മെത്തേഡ്സ് പറയുന്നുണ്ട് ടു ഇൻസേർട്ട് റിക്കോംബിനന്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. അതിലൊന്ന് മൈക്രോ ഇഞ്ചക്ഷൻ. ഇത് നമ്മൾ ആനിമൽ സെല്ലിലാണ് നടത്തുക. എങ്ങനെയാണ് മൈക്രോ ഇഞ്ചക്ഷൻ നടത്തുക? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റിക്കോംബിനന്റ് DNA ആനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു. ഓക്കെ, micro injection. Recombinant DNA is directly injected into the nucleus of an animal cell. അടുത്തത് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ് ആണ്. ഇത് നമ്മൾ പ്ലാന്റ് സെൽസിലാണ് പ്രാക്ടീസ് ചെയ്യുക. ഹിയർ ദ പ്ലാന്റ് സെൽസ് ആർ ബോംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് DNA. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എവിടെ കടന്നോളും? പ്ലാന്റ് സെല്ലിലോട്ട് കടന്നോളും. ഇനി വേറൊരു മെത്തേഡ് പറയുന്നത് യൂസ് ഡിസാംഡ് പത്തോജൻ വെക്ടേഴ്സ്. നമ്മളൊന്ന് കണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇവരെ നമ്മൾ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ rDNA റിക്കോംബിനന്റ് DNA അവർ ആ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളും. ഓക്കെ, അപ്പോൾ എ കോമ്പിറ്റന്റ് ഹോസ്റ്റ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഹോസ്റ്റ് സെൽസിനെ കോമ്പിറ്റന്റ് ആക്കുന്നത് ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. അപ്പം കാൽഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻക്യുബേഷൻ ഓൺ ഐസ് ഓർക്കണം. പിന്നെ ഹീറ്റ് ഷോക്ക് അഗെയിൻ അവർ ഐസിൽ വെക്കുന്ന കാര്യം ഓർക്കണം. പിന്നെ മറ്റ് മെത്തേഡ്സ് മൈക്രോ ഇഞ്ചക്ഷൻ, അത് നമ്മൾ ഏത് സെൽസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ആനിമൽ സെൽസിൽ. പിന്നെ ബയോലിസ്റ്റിക്സ് ഒരു ജീൻ ഗൺ മെത്തേഡ് പ്ലാന്റ് സെൽസിൽ. പിന്നെ യൂസ് ഡിസാംഡ് പത്തോജൻ വെക്ടേഴ്സ്.